ഈസി എക്സ്പോർട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ഈസി എക്സ്പോർട്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന, അതും പൈസ ഒരുപാട് നഷ്ടപ്പെടാതെ ദിവസവും ഒരു ഇൻകം, വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. എൻ്റെ അയൽക്കാരനും എനിക്ക് നേരിട്ട് പരിചയമുള്ള മിസ്റ്റർ അലി, അദ്ദേഹം കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്, അതും ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ആ ബിസിനസ്സാണ് ഇലക്ട്രിക്കൽ ഐറ്റംസിൻ്റെ. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക്, ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് സഹായകമാകുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. അലി, താങ്കളെ നേരിട്ട് പരിചയമുണ്ട് എങ്കിലും നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഏത് രംഗത്ത് ആയിക്കോട്ടെ, ഇതിപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക്കൽ ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ലൊരു കമ്പനിയുടെ ഉടമയായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്നത്? ബിസിനസ്സിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, സാലറി അടിസ്ഥാനത്തിൽ. അത് ഒരു 2 വർഷത്തോളം ഫസ്റ്റ് എൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ബിസിനസ്സിലേക്ക് വന്നത്. സാമ്പത്തികമായിട്ട് നമ്മൾ ബാക്കിലേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടിലാണ് ശരിക്ക് പഠിച്ച് വലിയ ആളാവണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ബിസിനസ്സിലേക്ക് ഞാൻ പ്രതീക്ഷയായിട്ട് കയറി വരായിരുന്നു. അത് സാമ്പത്തിക അല്ല. വളരെ സാമ്പത്തികം വളരെ മോശമായ കുടുംബത്തിലായിരുന്നു നമ്മൾ. ഫാദർ ഓട്ടോയാണ്, ഓട്ടോ ഓടിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ഭദ്രത അറിയാലോ. അപ്പോൾ ഞാൻ പഠിക്കായിരുന്നു. അപ്പോൾ പെങ്ങളുടെ വിവാഹം, എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞോടി സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പഠിത്തം നിർത്തിയിട്ട് പാരൽ കോളേജിൽ, അതായത് ഡിഗ്രി പഠിക്കുന്ന പാരൽ കോളേജിലായിരുന്നു. അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഈ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ഇലക്ട്രിക്കലിൻ്റെ ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ലാണ്ട് വന്നപ്പോൾ ഒരു 11 to 1 മണി വരെ ആയിരുന്നു നമ്മുടെ പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതല്ലാണ്ടൊരു ഇൻകം വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ വേറൊരു ജോബ് തിരഞ്ഞെടുക്കായിരുന്നു. അതിന് നല്ലൊരു ഹെൽപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിരുന്നു. പുള്ളിയാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കുറച്ചാൾ വർക്ക് ചെയ്തപ്പോഴും ബിസിനസ്സിനോട് ഒരു ചെറിയ രീതിയിൽ താല്പര്യം വന്നിരുന്നു. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണു, നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. പിന്നീട് എങ്ങനെ ഈ സ്വന്തം ഒരു ബിസിനസ്സിൻ്റെ ആശയം വന്നു? അല്ല, അപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും നമുക്കിതൊരു തോട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ കയറിയിരുന്നു, സ്വന്തമായിട്ട് ചെയ്യാം എന്ന്. നമ്മൾ വർക്ക് ചെയ്യണു, നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏണിങ്സ് നമുക്ക് തന്നെ എടുക്കാമല്ലോ. നമ്മൾ എന്തായാലും എഫേർട്ട് എടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നമ്മൾ എഫേർട്ടാണ്. ആ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്ന് അന്നൊരു തോട്ടുണ്ടായിരുന്നു. സാമ്പത്തികം നമ്മൾ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പയ്യെ കുറച്ച് റിലാക്സൊക്കെ ആയി. അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഫണ്ട് നമ്മൾ സ്വരൂപിക്കാനായിട്ട് നോക്കി. പക്ഷെ ഒന്നും ആയില്ല. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ തന്നെ കുറച്ച് പേര് നമ്മളെ സഹായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ കൊടുക്കണ തന്നെ പൈപ്പ് ആയിക്കോട്ടെ, ജംഗ്ഷൻ ബോക്സ് ആയിക്കോട്ടെ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെ. പിന്നെ ഡീലർ റിലേഷൻ വന്നു. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആണെങ്കിലും ഡീലർ റിലേഷൻ വന്നു. പേഴ്സണൽ കോൺടാക്റ്റും കൂടി നമുക്ക് അതിനകത്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. പേഴ്സണൽ കോൺടാക്റ്റ് ആയി. അപ്പോൾ അവർ നമ്മളുടെ താല്പര്യപ്രകാരം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെ, എവിടെ ഇത് ആരംഭിച്ചിരിക്കും? വീട്ടിൽ തന്നെയാണ്? ശരിക്കും വീട്ടിലായിരുന്നു. ഇതല്ലായിരുന്നു, ചെറിയ വീടായിരുന്നു, മുമ്പത്തെ പഴയ വീട്ടില് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആലയിലുള്ള ഒരു പൈപ്പ് ഏജൻസി ഉണ്ടായിരുന്നു. അവർ നമുക്ക് പൈസ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽ ചെറുതായിട്ട് ഒരു 10,000 രൂപ താഴെ മെറ്റീരിയൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്ചിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓട്ടോ ഓടിക്കലായിരുന്നു. അപ്പോൾ ആ ഒഴിവ് സമയങ്ങളിൽ വാപ്ചിയുടെ ഓട്ടോ പോണേൻ്റെ ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ഡീലർമാർക്ക് ഈ സാധനം നമ്മുടെ ലോക്കൽ തന്നെ, അവിടെ തന്നെ ഒരു 10 കിലോമീറ്റർ, ഒരു 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ ആ ഒരു ചുറ്റളവിൽ ഞാൻ എൻ്റെ ആ ബിസിനസ്സിൻ്റെ ചെറിയ രീതിയിലുള്ള റാപ്പ്. എത്ര നാളായി തുടങ്ങിയിട്ട്?
ഏകദേശം ഒരു 12 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പൊ അത് നല്ല രീതിയിൽ കാണുന്നുള്ളൂ. പുതിയൊരു ഷെഡൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ആയിട്ടുണ്ട്. പുതിയ കുറച്ച് വലിയ ഷെഡ് കെട്ടി നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെയിൽസും കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? എത്ര ഐറ്റംസ് ഇലക്ട്രിക്കലിന് എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾ ചെയ്യുന്നത്? ഇലക്ട്രിക്കലിൽ ഏകദേശം ഒരു 1000 ചില്ലാൻ ഐറ്റംസ് ഉണ്ട്. 1000 ഉണ്ട്. പക്ഷെ കൂടുതലായിട്ടും പോണത് കുറച്ച് ഐറ്റംസിൽ കോൺസെൻട്രേഷൻ ചെയ്താലാണ് അതിനകത്ത് കിട്ടുള്ളൂ. അപ്പൊ ഇലക്ട്രിക്കലിന്റെ ഒരു മാസം ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്വിച്ച്, ഫാന്, ലൈറ്റ് ഫിറ്റിംഗ്സ്, പിന്നെ അതുപോലെ പ്ലംബിംഗ് ഐറ്റംസ്. കാരണം ഇതൊരു ടോട്ടൽ പാക്കേജ് പോലെയാണല്ലോ. ഇലക്ട്രിക്കൽ കം പ്ലംബിംഗ് എന്നുള്ളത് ഒരു വീടിന് ഏറ്റവും ഫിനിഷിംഗ് സ്റ്റേജിൽ അത്യാവശ്യമായിട്ട് കാര്യങ്ങളാണ്. അത് വളരെ നല്ല രീതിയിൽ, അതും നിങ്ങൾ കൊടുക്കുന്ന ഇതിന്റെ റേറ്റിംഗ് എങ്ങനെയാണ്? സാധാരണ ഇപ്പോൾ പല കമ്പനിയുടെ ഭയങ്കര റേറ്റ് ഉള്ളതുണ്ട്. റേറ്റിംഗ് നമ്മൾ 2 രീതിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ കൊടുക്കുമ്പോൾ തന്നെ കുറേ കസ്റ്റമർ നമ്മുടെ അടുത്ത് ഹോൾസെയിൽ റേറ്റ്, അതുപോലെ തന്നെ നല്ലൊരു റേറ്റ് അവർക്ക് കിട്ടാൻ പാകത്തിന് ചെറിയ മാർജിൻ എടുക്കില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളത്തറായി പോകും. മാർജിൻ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ എൻക്വയറി വന്ന ആൾക്കാർക്ക് നമ്മളത് ക്ലിയർ വേ പ്ലാസ്റ്റിക് എന്നാണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ. കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ കൊടുക്കുന്നുണ്ട്? കേരളത്തിൽ നമ്മളൊരു പകുതി ജില്ലകളിൽ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പുകളിലേക്ക് കൊടുക്കുകയാണോ? ഡയറക്റ്റ് ഷോപ്പുകൾ മറ്റു ഏജൻസിക്കൊന്നും കൊടുക്കുന്നില്ല? ഇല്ലില്ല, ഡയറക്റ്റ് ഷോപ്പിലേക്ക് കൊടുക്കുന്നത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുള്ളവർക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്ലൈക്കും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ട്. നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുമല്ലോ. അപ്പൊ ഇനി കുറെ ജില്ലകളിൽ ബാക്കിയുണ്ടല്ലോ, അവിടെ കൂടി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇല്ലാത്ത ജില്ലകളിൽ നമുക്ക് കുറച്ചും കൂടി അതിന്റെ എൻട്രി നമ്മൾ അത്യാവശ്യം നല്ല ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ബിസിനസ് നടക്കുന്നുണ്ട്. ഹാപ്പിയാണ് ബിസിനസ്. ഒന്ന് സീറോ എന്ന് വന്ന അപ്പൊ എന്താ ഞങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല്, ഞങ്ങൾ ഈ ബിസിനസ് രംഗത്തും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്നവരൊക്കെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഉള്ളവരുടെ ഒരു ഹെൽപ്പ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ബിസിനസ്സൊക്കെ ഇപ്പോൾ ആരെങ്കിലും നടത്താനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഗൈഡ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്ത് സഹായിക്കാൻ പറ്റും അവർ അല്ലേ? അല്ല, നമ്മൾ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെയായിട്ട് 2-3 പേര് നമ്മൾ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഏരിയയിലെ ഈ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ് ഇപ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെറിയ റിമോട്ട് ഏരിയയിൽ കൊണ്ടിട്ട് നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വിജയിക്കണമെന്നില്ല. അപ്പോൾ പിന്നെ അവിടുത്തെ ലോക്കൽ ഇലക്ട്രീഷ്യന്മാരെയും അല്ലെങ്കിൽ പ്ലംബേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് കൂടുതൽ ഏതാണ് പോകുന്നത്, ഏതാണ് ബ്രാൻഡഡ്, ഏതാണ് അവർക്ക് കൂടുതൽ, അതായത് ഒരു ഏരിയയിൽ ഉള്ള വീടുകളുടെയും അതുപോലെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ പ്ലംബിംഗ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതെ ബ്രാൻഡുകൾ എന്തായാലും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അവിടുത്തെ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാൻ പറ്റുമോ? വിജയിപ്പിക്കാനായിട്ട് മാർക്കറ്റിലെ പുതിയ ട്രെൻഡിങ്, വളരെ അപ്ഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ നോക്കുകയാണെങ്കിൽ എക്സിബിഷൻ, അതായത് നമ്മുടെ ഇപ്പോൾ എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്, ബോംബെ ബേസ് ഉണ്ട്. മിക്കവാറും എക്സിബിഷനിൽ പോയി കഴിഞ്ഞാൽ പുതിയ സംരംഭകർ വന്നിട്ട് അവരുടെ തോട്ടുകളുണ്ട്. അത് നമുക്ക് ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? അത് നമ്മൾ നോക്കിയിട്ട് നമുക്കത് നമ്മുടെ നാട്ടിൽ വിജയിക്കാൻ പറ്റുമോ? അത് ആളുടെ ഒരു തോട്ടാണ്. അത് നമുക്ക് നമ്മുടെ ഏരിയയിൽ നമുക്കത് സക്സസ് ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമോ? അങ്ങനെ നോക്കിയിട്ട് പുതിയ ഐറ്റംസ് വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു നമ്മുടെ കടയിൽ പുതിയ ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമുക്ക് എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഏത് ഇൻഡസ്ട്രി ആയാലും ഈ എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് 2 ഗുണമാണ്. ഒന്ന്, നമുക്ക് ഈ നാട്ടിൽ വരുന്ന അപ്ഡേഷൻസ് കിട്ടും. 2, ഒരുപാട് ഐഡിയാസ് കിട്ടും. കാരണം നമ്മൾ ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടും. അങ്ങനെ നമുക്ക് വേറെ പിന്നെ ഈ അതാത് ഏരിയയിൽ പോകാൻ സാധ്യതയുള്ള ഐറ്റംസ് പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ഇവിടെ ഉപയോഗിക്കുന്ന അതേ സെയിം മെത്തേഡ് ആയിരിക്കില്ല അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ പ്ലംബേഴ്സിൻ്റെ ആ ഒരു പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ,
ഇതൊക്കെ വളരെ നിർദ്ദേശങ്ങൾ, കാര്യങ്ങൾ. ഇപ്പോൾ ഈ അലി പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയതായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നമ്മൾ നഷ്ടം വരാതിരിക്കാനും നല്ല രീതിയിലൊരു സ്റ്റാർട്ടപ്പ് കിട്ടാനും ഈ അലിക്ക് ഏകദേശം 10-12 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല എല്ലാ ബിറ്റർ എക്സ്പീരിയൻസും കഴിഞ്ഞ് ഈ എല്ലാ തടവുകളും കഴിഞ്ഞ് കയറി വന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി നമ്മൾ എടുക്കുക. നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഉയർന്നു പോകുന്ന ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്കിൽ നമ്മൾ പഠിക്കാം. കൂടാതെ നമുക്ക് ഇതുപോലെ വിജയിച്ച ആളുകളുമായി കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് വിജയിക്കാം. രണ്ടും വിജയിക്കാനുള്ള മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ അലിയെപ്പോലെ എക്സ്പീരിയൻസും ഇതുപോലെ കയറി ബുദ്ധിമുട്ടി ബിറ്റർ എക്സ്പീരിയൻസും കഴിഞ്ഞു വന്ന ആളുകൾ എക്സ്പീരിയൻസ് ആളുകളുള്ളപ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏത് മേഖലയാണോ ആ മേഖലയിൽ കൺസൾട്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിനെ സാധാരണയിൽ കവിഞ്ഞ്, അതായത് ചിലപ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ 2-3 വർഷമൊക്കെ എടുക്കും. ഒരുപക്ഷെ നല്ല കൺസൾട്ടൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ ഈ 3 വർഷം എന്നുള്ളത് 2 വർഷമാക്കി ചുരുക്കാൻ പറ്റും, ചിലപ്പോൾ അത് 1 വർഷമാക്കി ചുരുക്കാൻ പറ്റും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായി ഇടപഴകി അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്ത് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. നിങ്ങളിപ്പോൾ ഈ ബിസിനസ് നടത്തി വിജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയതായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അത് സഹായിക്കാൻ പറ്റുന്നത് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ ആ ഏരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏരിയയിൽ ഒരു 250 സ്ക്വയർ ഫീറ്റ് മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാക്കൊക്കെ അടിച്ച് ഓൾറെഡി അവിടുത്തെ ഇലക്ട്രീഷ്യന്മാരെ, പ്ലംബർമാരെ നമ്മൾ കണ്ടതിന് ശേഷം അവർക്ക് അവിടുത്തെ ബ്രാൻഡുകൾ ഏതാണ് പോപ്പുലറായിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡിനെ കുറിച്ചുള്ള അവയർനെസ് നടത്തിയിട്ട്, അതായത് ആ ഏരിയയിൽ മൂവബിളായിട്ടുള്ള ഏതാണെന്ന് നമ്മൾ ആദ്യം നോക്കി. അതെ. ഇപ്പോൾ സപ്പോസ് മലപ്പുറത്തെ ഒരു ഡീലർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരംഭകരാണെങ്കിൽ എറണാകുളം വന്നിട്ട് നമ്മുടെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡുകളുടെ അവയർനെസ് നമ്മൾ കൊടുക്കും. അതല്ല, ലോക്കലായിട്ട് കുറേ ബ്രാൻഡുകൾ അവിടെ തന്നെ ഉണ്ടാവും. കൂടുതലായിട്ട് ഇലക്ട്രീഷ്യന്മാരും പ്ലംബർമാരും ഉപയോഗിക്കുന്ന കുറേ ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബ്രാൻഡുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നടത്തിയതിന് ശേഷം അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണം, അത് എത്ര മൂവിങ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഡിപ്പെൻസിൽ ആണ് നമ്മൾ ഒരു ബിസിനസ് വിജയിപ്പിക്കുക. അപ്പോൾ ഈ കുറഞ്ഞ മുതൽമുടക്കിൽ തുടക്കത്തിൽ വെക്കാൻ തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ നിങ്ങളിപ്പോൾ ഈ ഐറ്റം വൈസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് കുറേ ആക്സറീസുകളുണ്ട്. ആക്സറീസൊക്കെ നമുക്കെന്ന് വെച്ചാൽ നമുക്കത് ഫാസ്റ്റായിട്ട് പോകുന്ന കുറേ ആക്സറീസ് ഉണ്ട്. അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനൊക്കെ മാക്സിമം നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് സപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലെവലാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കടകളിലേക്ക് പോവുക, അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ എടുക്കുക. അവിടെ ആയിട്ടുള്ളൊരു ഡീലർ റിലേഷൻ നമുക്കൊരു ബിൽഡപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഈ ബിസിനസ് രംഗത്തേക്ക് വരുന്നവരൊക്കെ സഹായിക്കാൻ അലി പൂർണ്ണമായിട്ടും സന്തോഷമാണ്. കാരണം അലി ഒരുപാട് സ്ട്രഗിളിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എത്രയാണോ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടിനനുസരിച്ച് ബിസിനസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അലി തയ്യാറാണ്. അതിനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഏരിയയിലുള്ള ഏതൊക്കെ സാധനങ്ങളാണ് മൂവ്മെൻ്റ് എന്നും അതുപോലെ എത്ര ഐറ്റം വെക്കണമെന്നും എങ്ങനെയാണ് അതിനെ ക്രോഡീകരിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആളുകളെ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകുന്നതും ഒക്കെ ശരിയായ രീതിയിൽ പഠിച്ചേക്കുന്ന വ്യക്തിയാണ്. കാരണം ഇദ്ദേഹം കുറേ നാളത്തെ എക്സ്പീരിയൻസോടുകൂടി വന്നേക്കുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, അലിക്ക് ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്ന ആളുകളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുമാണ്, സന്തോഷവാനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈസി എക്സ്പോർട്സ് മുഖേന ആരെങ്കിലും വന്നാൽ അലിയുടെ അടുത്തേക്ക് വിടും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത്. അല്ല, ഇനിയും പുതിയ ആൾക്കാർ ഈ ഇൻഡസ്ട്രി ഇതിലേക്ക് വരണം. അതുകൊണ്ട് അതാണല്ലോ നമ്മുടെ എല്ലാവരും ബിസിനസ് ഒരിക്കലും നിൽക്കുന്നില്ല. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ബിസിനസ് ചെയ്യാനായിട്ട് മടിക്കുന്നത് അത് തന്നെയാണ്. വിജയിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ? അപ്പോൾ ശരിയായ രീതിയിൽ ഇതിനെ പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയിക്കുന്നു തന്നെയാണ് അലി പറയുന്നത്. ഏതൊരു ബിസിനസ്സിലും ഫാമിലിയുടെ സപ്പോർട്ട് അനിവാര്യമാണ്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബിസിനസ്സിനെ വളരെ സ്ട്രെസ്സില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ അലിക്കും അലിയുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഈ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അലിയുടെ ഫാമിലിയെക്കുറിച്ച് നമുക്ക് അലിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം. ഫാമിലി എൻ്റെ ഫാദറ്, മദറിൻ്റെ പേര് ആബിദ,
ഫാദർ ഇബ്രാഹിം. ഫാദർ ഒരുപാട് കാലമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ അതിന്റെ കണ്ടീഷൻ ബിസിനസ്സിൽ ഫസ്റ്റ് ഞാൻ സപ്ലൈ ചെയ്യുന്നത് ഫാദറിന്റെ വണ്ടിയിലാണ്. ഓട്ടോറിക്ഷ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ മുതൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു ബിസിനസ്സുകാരൻ വന്നേക്കണെന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഫാദർ ഇബ്രാഹിം കുട്ടി, ഇതിൻ്റെ വൈഫ് സിന്ന, മകൻ ഫൈസാൻ, ഒരു മോളും കൂടി ഉണ്ട്. ആൾക്ക് പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ആള് ഈ ബിസിനസ്സിൽ ഈ വൈഫിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ? നല്ല സപ്പോർട്ടായിരുന്നു. ആളെടുക്ക് പറയും ഞാൻ വന്നുകൊണ്ടാണ് ഈ ബിസിനസ് പറയും. അത് എല്ലാ സ്ഥലത്തും ഭാര്യമാരും പറയണം. വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഞങ്ങളെ സപ്പോർട്ടാന്ന് പറയും, വിജയിച്ചിട്ടില്ലെങ്കിൽ പറയും ഞങ്ങളെ. അല്ല എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ കല്യാണം കഴിഞ്ഞ ആ ടൈമിലൊക്കെ നമ്മളെ സഹായിക്കാനും പിന്നെ അക്കൗണ്ട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ശരിക്കും അലിയെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അക്കൗണ്ട്സ് റിലേറ്റഡ് വർക്ക് അറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ ട്രാഫായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സിൽ അക്കൗണ്ട്സ് രംഗത്ത് പല സ്ഥലത്തും ഫ്ലോപ്പ് ആവുന്ന ഒരു ഏരിയയാണ്. അവിടെ അലി ഫ്ലോപ്പ് ആവില്ല, കാരണം വലിയൊരു സപ്പോർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഏതൊരു ബിസിനസ്മാനും ഫാമിലി സപ്പോർട്ട് ആവശ്യമാണ് അവരുടെ ബിസിനസ്സിൻ്റെ വിജയരംഗത്ത് എന്നാണ് ഈ ചെറിയ ബിസിനസ്സുകാരൻ്റെ അടുത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വന്ന് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതും വലിയ മുടക്കില്ലാതെ കൈ ഇടുന്ന കാശ് പോകാതെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ബിസിനസ് തന്നെയാണ്. ഇതുപോലെ പല ബിസിനസ് ഉണ്ടെങ്കിലും ഇതിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മിസ്റ്റർ അലിയുടെ സഹായം ഈ മേഖലയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈസി എക്സ്പോർട്സിലൂടെ നമുക്ക് നൽകാവുന്നതാണ്. കൂടാതെ ഇദ്ദേഹം ചെയ്യുന്ന ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഐറ്റംസ് എടുത്ത് സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിലുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുന്നതാണ് ഈസി എക്സ്പോർട്സ്. ഇതിന് എല്ലാവിധ രീതിയിലുള്ള പിന്തുണയും ഓരോ ആൾക്കാർക്കും നൽകുന്നതാണ്. ഈസി എക്സ്പോർട്സിൻ്റെ ചാനലുകൾ പതിവായി കാണുക, നിങ്ങൾ ഇൻഫർമേഷൻസ് നേടുക, കോൺടാക്റ്റ് ചെയ്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ബിസിനസ് രംഗത്തേക്ക് വളർന്നു വരുവാനുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾ നൽകുന്നതാണ്.